അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു മാ തൗഫീഖ ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലതഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിന് കുളിർമയേകുന്ന റബീഉൽ അവ്വലിൻ്റെ ഒന്നാമത്തെ രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന പുണ്യമാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മളെ ആത്മാവിനുണ്ടാകുന്ന ഒരു കുളിർ, അതൊന്നും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്തതിൻ്റെയും അപ്പുറത്താണ്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസം ലോകത്തിന് വെളിച്ചമേകിയ ഒരു നേതാവാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജനനം തന്നെ മഹാ അത്ഭുതങ്ങളാണ്. അവിടുത്തെ ജനനവും അവിടുത്തെ ബാല്യവും ശൈശവവും എല്ലാം അത്ഭുതം തന്നെയാണ്. അങ്ങനെ അത്ഭുതം നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണല്ലോ അല്ലാഹു തആല ആദ്യമായിട്ട് സൃഷ്ടിച്ചത്. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ധാരാളമായി അവിടുത്തെ സ്നേഹിക്കണമെന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ്. ലോകത്ത് ആദ്യമായി അള്ളാഹു പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാണ്, ആ പ്രകാശമാണ്. ആ പ്രകാശം അള്ളാഹു ആദ്യം പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്ഥാനവും അവിടുത്തെ ഒരു മഹത്വവും മറ്റു ജനങ്ങൾക്കോ മറ്റു പ്രവാചകന്മാർക്കോ ഇല്ലാത്ത വലിയൊരു മഹത്വം അല്ലാഹു തആല അവിടത്തേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ജനങ്ങളെ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അപ്പം അള്ളാഹുവിനോട് നിങ്ങൾ കാണിക്കേണ്ട ആ ഒരു സ്നേഹം പ്രകടമാക്കേണ്ടത് എന്നെ പിൻപറ്റുന്നതിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല, പിന്നെ അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അപ്പോൾ എന്നെ സ്നേഹിക്കണം, ഞാൻ പറഞ്ഞതനുസരിക്കണം, ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കണം. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? മാത്രമോ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ ദോഷങ്ങളെല്ലാം വിട്ടുപുറത്തും മാപ്പാക്കി തരും. വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്തു ആലു ഇമ്രാൻ്റെ 31-ാമത്തെ ആയത്താണിത്. അപ്പം ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ച സ്നേഹം, അള്ളാഹുവിനിക്ക് നിങ്ങൾ കൊടുക്കേണ്ട ആ സ്നേഹം നിങ്ങൾ പ്രകടമാക്കേണ്ടതും നിങ്ങളത് പ്രാക്ടിക്കലാക്കേണ്ടതും അള്ളാഹുവിൻ്റെ റസൂലിലൂടെയാണ്, റസൂലിനെ സ്നേഹിക്കുന്നതിലൂടെയാണ്, റസൂലിനെ പിൻപറ്റുന്നതിലൂടെയാണ് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിൻ്റെയും ഹദീസും കൂടെ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ആ കാര്യം വ്യക്തമാകും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വ വൽദി വന്നാസി അജ്മഈൻ. സത്യവിശ്വാസികളെ,
നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മറ്റുള്ള ജനങ്ങളെക്കാൾ നിങ്ങളെന്നെ സ്നേഹിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ഈമാൻ പൂർണ്ണമാവൂ. നേരത്തെ പറഞ്ഞ ആയത്തും ഈ ഒരു ഹദീസും ചേർത്തൊന്ന് വായിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈമാൻ എന്നുള്ളത് അതിൻ്റെ ആ ഒരു പരിപൂർണമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ എല്ലാ ആളുകളെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ, ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഈമാനില്ലാതെ നമ്മൾ അമലുകൾ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഏതൊരു അമല് അള്ളാഹു പറഞ്ഞെടുത്തും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈമാൻ വേണം. അതാണ് നമ്മളെ വിശ്വാസം, അതാണ് നമ്മളെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, അതല്ലേ? മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അനുഭവം കൂടെ ഇതിലേക്ക് നമ്മളൊന്ന് കൂട്ടി വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്ക് കൂടുതൽ വ്യക്തമാക്കും. അല്ലെങ്കിൽ എങ്ങനെ സ്നേഹിക്കണം എന്നതിലേക്ക് നമുക്ക് വലിയ പ്രചോദനമാകും. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അള്ളാഹിൻ്റെ റസൂലെ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഉമറേ, അങ്ങനെ പറയാൻ പറ്റൂല. നിങ്ങളെ ശരീരത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകണത് വരെ എന്ന് റസൂലുള്ളാഹി തിരുത്തി കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഉൽആന ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അള്ളാഹിൻ്റെ റസൂലെ, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, എല്ലാത്തിനേക്കാളും, എൻ്റെ ശരീരത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയെ, ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോൾ അങ്ങ് പറഞ്ഞതാണ് ശരി. ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് കാണിച്ച സ്നേഹം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ എത്രത്തോളം സ്നേഹിച്ചു എന്നറിയോ? റസൂലുള്ളാഹിൻ്റെ കൂടെ എല്ലാ സമയത്തും കൂടെ ഉണ്ടായി. റസൂലുള്ളാഹിൻ്റെ ഹിജ്റ വേളയിലും അവിടെ നിന്ന് കൂട്ടുണ്ടായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ സൗർ ഗുഹയുടെ മുകളിൽ താമസിക്കുകയാണ്. എപ്പോഴും ശത്രുക്കൾ തെരഞ്ഞു വരാം, വധിച്ച് കളയാം. ആ ഒരു അവസ്ഥയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൗർ ഗുഹയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കൾ ഇങ്ങനെ പരന്ന് നടക്കുന്നത്. റസൂലുള്ളാഹിനെ വധിച്ച് തല കൊണ്ടുവന്നാൽ 100 ഒട്ടകം വാങ്ങാൻ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബൂജഹൽ. ആ സമ്മാനം വാങ്ങാനുള്ള ആർത്തിയോടെ ഖുറൈശി യുവാക്കളിങ്ങനെ മക്കയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിലും മദീനയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൗർ ഗുഹയുടെ മുകളിൽ അവരെത്തിയത്. അവിടെ കാലൊച്ചകൾ, കാൽപാദങ്ങളുടെ ശബ്ദങ്ങൾ കേട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈ ലബ്സർനാ. അല്ലാഹുവിൻ്റെ റസൂലേ, അവരെങ്ങാനും അവരുടെ കാൽപാദത്തിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണും. ശരിക്കൊന്ന് ശ്രദ്ധിച്ച് കാൽപാദത്തിലേക്കൊന്ന് നോക്കിയാൽ നമ്മളവർ കാണും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ, നോക്കൂ നിങ്ങൾ, ആ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിൻ്റെ തടി രക്ഷിക്കാനല്ല. സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ, എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബേജാറുമില്ല, അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാ റസൂലുള്ളാഹി പറഞ്ഞ, മാ അല്ലന്നക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നമ്മൾ രണ്ടാളും മാത്രമാണോ ഇവിടെ ഉള്ളത്? അല്ല, അള്ളാഹു ഉണ്ട് നമ്മളോടൊപ്പം. മൂന്നാമനായി അള്ളാഹു നമ്മളവിടെ കൂടെ ഉണ്ട്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅന, നിങ്ങൾ ദുഃഖിക്കണ്ടല്ല, നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു സ്നേഹം റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച ആ ഒരു സ്നേഹം, ആ സ്നേഹം നമുക്ക് മാതൃകയാണ്. ആ സ്നേഹം നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ അതിനുണ്ട്.
മഹാനായ ജലാലുദ്ദീൻ റൂമി ആ ഒരു അവിടുത്തെ മുത്തനബിതങ്ങളോടുള്ള ഒരു മഹബത്ത്, ആ ഒരു സ്നേഹം അവർ പങ്കുവച്ചതിങ്ങനെ ബിസ്നവ് അസ്നൈ ചൂൻ ഹികായത്തി മീ കുനത് വസ്ജുദായി ഹാ ഷികായത്തി മീ കുനത്. റസൂലുള്ളാഹിനോടുള്ള ആ ഒരു മഹബത്ത്, ഇഷ്കിൻ്റെ ആ ഒരു ലഹരിയിൽ മുങ്ങിക്കുളിച്ച മഹാനായ ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുന്ന് സൂഫിസത്തിൽ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, മഹാനായ സൂഫിയാണ്. ആ മഹാനുഭാവൻ ആ റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, റസൂലുള്ളാഹിനെ എങ്ങനെ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു ഇല്ലായ്മ, റസൂലുള്ളാഹി ഇവിടെ ജീവിച്ചിരിക്കില്ലല്ലോ, വേർപാടുകളുടെ ആ വേദനയെ വളരെയേറെ ദുഃഖത്തോടെ പങ്കുവെക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അത് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന അത്ര, അതിനെത്രയെന്ന് നമുക്ക് കണക്ക് വെക്കാൻ പറ്റൂല, അതിന് അതിർത്തി വെക്കാനും പറ്റൂല. ഒരു കവി ഇങ്ങനെയാ പറഞ്ഞത്, വോ നബിയോ മേ റഹ്മത്ത് ബംഗർ ആയാ ദിലോ മേ മുഹബ്ബത്ത് ബംഗർ ആയാ. അവിടുന്ന് പ്രവാചകന്മാർക്കിടയിൽ കാരുണ്യമായിരുന്നു, കാരുണ്യത്തിൻ്റെ നിറകുടമായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ, മാനവൻ്റെ ഹൃദയങ്ങളിൽ ഒരു സ്നേഹമായി അങ്ങ് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങ് വന്നു. അതുകൊണ്ടല്ലോ ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ റബീഉൽ അവ്വൽ പിറന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷമാണുണ്ടായത്. അതാണ് ഇക്ബാൽ പോലത്തെ ഉറുദു കവികളും മഹാന്മാരും ഒക്കെ പങ്കുവച്ചിട്ടുള്ളത്. അവിടുത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഖുർആൻ പറഞ്ഞല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ അവർക്ക് സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും ബന്ധപ്പെട്ടതാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടത്തേക്ക് സ്നേഹത്തെ ശക്തിപ്പെടുത്താൻ നമ്മളെ മനസ്സിന് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ഈ റബീഉൽ അവ്വൽ കൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവിടത്തോടുള്ള ആ ഒരു മഹബത്തിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു വളർച്ച അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത ഹീലതി യാ റസൂലല്ലാഹ്. നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെ പെടുത്തണം, ഇത് ഷെയർ ചെയ്യണം, ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.